ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ രാവിലെ തന്നെ എയർപോർട്ടിലേക്ക് പോകാൻ ഒരുങ്ങാണ്. അരുണണ്ണനും മക്കളും ഇന്ദു ചേച്ചിയും വരുന്നുണ്ട്. ഏട്ടൻ്റെ കസിൻസാണ്. അപ്പോൾ അവർ UK പോയതിന് ശേഷം ഓൾമോസ്റ്റ് 2 ഇയേഴ്സിന് ശേഷമാണ് അണ്ണനും മക്കളും വരുന്നത്. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങൾ. ആദ്യമായിട്ടാണ് അവർ UK പോയതിന് ശേഷം വരുന്നത്. അങ്ങനെ നമ്മൾ അവരെ വിളിക്കാൻ വേണ്ടിയിട്ട് പോകാനായിട്ടുള്ള ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ഒരു ബ്ലൂ കളർ കോഡ് സെറ്റാണ്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. അത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഇതൊന്നുമല്ല, പക്ഷെ ഭയങ്കര കംഫർട്ടബിളാണ് നമുക്ക് ഇടാൻ വേണ്ടിയിട്ട്. ലോങ് ഡ്രൈവിനൊക്കെ പോകുമ്പോഴത്തേക്ക് നല്ല സുഖമായിട്ട് നമുക്ക് ഇരിക്കാനൊക്കെ പറ്റും. അപ്പം അതായിരുന്നു നമ്മൾ ഗെറ്റ് റെഡി വിത്ത് മീ. അതിനുശേഷം നമ്മൾ ഒരു 8 o'clock ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈവനിങ് 4:30 ആകുമ്പോഴായിരുന്നു അവരുടെ ഫ്ലൈറ്റ് ലാൻഡിങ്. അപ്പം നമ്മളൊരു 5 o'clock ഒക്കെ ആകുമ്പോഴത്തേക്ക് എയർപോർട്ടിൽ എത്തണം എന്നുള്ള രീതിയിൽ വീട്ടിൽ നിന്ന് പ്ലാൻ ചെയ്താണ് ഇറങ്ങിയത്. ഇൻ ബിറ്റ്വീൻ ഒരു 2 hours നമുക്ക് ലുലുവിൽ സ്പെൻഡ് ചെയ്യാമെന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വേഗം ഷടപടാന്ന് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാമെന്നുള്ള രീതിയിൽ നിൽക്കുമ്പോഴാണ് അവർ ഡൽഹിയിലെത്തിയിട്ട് വിളിച്ചിട്ട് പറയുന്നത് ഫ്ലൈറ്റ് ഡിലേ ആയി. അങ്ങനെ നമ്മൾ 7:30 ആവും വരാനായിട്ട്. പക്ഷേ നമുക്കാണെങ്കിൽ ഇന്നലെ അധികം ഷോപ്പിങ്ങും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. കുറച്ച് 2-3 കാര്യങ്ങൾ വാവയ്ക്ക് വേണ്ടിയിട്ട് ഒക്കെ ഒന്ന് വാങ്ങണമായിരുന്നു. പിന്നെ ഞാനിങ്ങനെ സമയം ഉണ്ടല്ലോ എന്ന് കരുതി വെറുതെ ഇങ്ങനെ ഓരോ ഷോപ്പിൽ ഇങ്ങനെ കയറി ഇറങ്ങി ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരുപാട് ശേഷമാണ് ഞാനും ഏട്ടനും മാത്രമായിട്ടൊരു ടൈം കിട്ടുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളത് എൻജോയ് ചെയ്തു അവിടെ ഇരുന്ന്. പിന്നെ അതിന് ശേഷം ഞങ്ങൾ എയർപോർട്ടിലെത്തി. അവരെ കാണാനായിട്ട് ഭയങ്കര വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഇരിക്കുകയാണ്. അറ്റ് ലാസ്റ്റ് അവരെത്തിയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ മക്കളെയൊക്കെ കണ്ട് എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ ഓടി അങ്ങ് പോയി അവരടുത്തോട്ട്. പിന്നെ ഏട്ടൻ പാർക്കിങ്ങിലായിരുന്നു. അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് അവരെ റിസീവ് ചെയ്യാൻ വേണ്ടി ഇറങ്ങുകയാണ്. സോ ഭയങ്കര നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു അത്. പിന്നെ അതിന് ശേഷം നമ്മളെല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അരിപ്പ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ വൈറ്റിലുള്ള നല്ല ഫുഡായിരുന്നു. അപ്പം മൊത്തത്തിൽ അടിപൊളി ഒരു ജേണി ആയിരുന്നു. തിരിച്ച് അവരും കൂടെ ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല രസമായിരുന്നു വരാനായിട്ട്. അപ്പോൾ ഇതായിരുന്നു വിശേഷം. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ ബൈ.